സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് പറങ്ങോട്. വർഷങ്ങൾക്ക് മുൻപ് ഒടിയനായി വേഷപ്പകർച്ച നടത്തിയെന്ന് അവകാശപ്പെടുന്ന പറങ്ങോട് നമുക്ക് നൽകുന്ന അറിവ് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് തികച്ചും അന്ധവിശ്വാസമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അന്ധവിശ്വാസം. താടിയും മുടിയും നരച്ചിട്ടും ചങ്കുറപ്പും ഓർമ്മയും നഷ്ടപ്പെടാത്ത കുറെ പറങ്ങോടന്മാർ ഇനിയും ബാക്കിയുണ്ട്. ഓരോ നായായി കരിപ്പൂച്ചയായി ഞാനോട് പറഞ്ഞത് ഞാളക്കുടിയിലെ പെണ്ണുങ്ങളെ മാനം കാക്കാന്. ഞാളെ പണിക്കാരനയച്ച് ഞാളക്കുടിയിലെ പെണ്ണുങ്ങളുടെ അമ്പ്രാക്കന്മാർ വരുമ്പോ ഒരു മിന്നാരം പോലെ ചാടി മറിഞ്ഞു ഞെട്ടി തനിച്ചിക്കണ അമ്പ്രാക്കന്മാർ വരുന്നുണ്ട്. ഇപ്പോഴും ഈ ഒടിമറച്ചിൽ മാത്രം അറിയാവുന്നവരുണ്ടോ? ഉണ്ട്. നിങ്ങളെ കണ്ണിൽ തിമിരില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെ മനസ്സ് വെളുത്തതാണെങ്കിൽ നിങ്ങൾക്കും കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. എതിർപ്പാണെങ്കിലും സമ്മതിക്കാൻ വയ്യ. എന്തൊരു തീപ്പൊരി പ്രസംഗം! നമ്മുടെ ഗ്രഹത്തിൽ ഇറക്കാൻ പ്രത്യേകിച്ച് ചാടിയാണ് കേട്ടത്. ഇന്നലെ അവന്റെ പ്രസംഗം അവന്റെ അവസാനത്തെ പ്രസംഗമാക്കാൻ ആ മോളിൽ നിന്നുള്ള ദ്രവം രാത്രിയുടെ മറവിൽ ഒരോടിയെ പോലെ പറഞ്ഞു. ആള് ശരിക്കൊന്ന് കാണാനോന്ന് വെച്ചിട്ടാ. നിങ്ങൾക്കൊന്നും കണി കാണാൻ പറ്റാത്തല്ലോ. അതിന്റെ ഉള്ളിൽ രാഷ്ട്രീയ നേതാക്കന്മാരും ബിസിനസ് രാജാക്കന്മാരും പിന്നെ ഒന്ന് രണ്ട് സിനിമാക്കാരും എന്തേ പോരെ. അപ്പൊ കായ് കുറേ ഇങ്ങോട്ട് പോരൂല്ലേ? ഇത് കമ്മൾ ശരിയാക്കി തരാന്ന്. എവിടെ മോളിവിടെ? വാപ്പ എനിക്ക് പേടിയാണ് വാപ്പ. വാപ്പ എനിക്ക് പേടിയാണ് വാപ്പ. വാപ്പാനുട്ടി പേടിക്കണ്ട. നമുക്ക് വലിയ പേരുണ്ടാക്കണ്ടേ, നമുക്ക് കാറ് വാങ്ങണ്ടേ. അതിന് വാപ്പാനുട്ടിനെ അവർക്കൊന്ന് കണ്ടാ മതി. നമുക്ക് കൊറേ കാര്യം കിട്ടും. വാപ്പാനുട്ടി വാ, വാപ്പാനുട്ടി വാ, വാപ്പാനുട്ടി വാ. നിങ്ങള് കണ്ട ആളുകളെ വെട്ടി തൂക്കിയെന്ന് സ്വന്തം മോളെ പട്ടിക്ക് തിന്നുന്ന ഒരേമാരെ കണ്ട നേരം തെരുവിലൊരേമാരെ കാലം കഴിഞ്ഞ് അരുത്, അങ്ങനെ പറയരുത്. അലറിക്കരഞ്ഞോടുന്ന തീവണ്ടിക്കുള്ളിൽ നിന്ന് എന്റെ അമ്മുവിന്റെ പ്രാണനെടുത്തത് ഒറ്റക്കൈയിലൊരുടേനാ. മദ്യപിച്ച് ഗ്യാസ് വണ്ടി വിളിച്ച് എന്റെ ഗ്രാമം മുഴുവൻ വെന്തുവെട്ടിയിലാക്കിയതും ഒരുടേനെ കൊണ്ടാ. മുത്തച്ഛ, അവരെ ജയിക്കാൻ കാരണവന്മാർ കൽപ്പിച്ചു തന്ന ആ മന്ത്രവിധി കൽപ്പിച്ചു തന്നെ എന്നെ അനുഗ്രഹിച്ചാലും ഇത് ഇന്ത്യയുടെ ഭൂപട. നവവധുവിനെ പോലെ നാണിച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ മേലിൽ പല നിറത്തിലും രൂപത്തിലും ഭാഗത്തിലുമുള്ള മാലകൾ നാക്കും. പിന്നെ പൊട്ട് നിരനിരയായി പൊട്ടിത്തെറിക്കും. ഒടുക്കം മാലയാണ് ദക്ഷിണസും. ഇല്ല, ഇന്ത്യയുടെ കാവൽ നായ്ക്കളായി ഈ യുവതലമുറ നിലനിൽക്കും കാലങ്ങളെ നിനക്ക് അതിൽ സാധിക്കില്ല. അവരെ ജയിക്കാൻ എനിക്കായില്ല. അവനും പരാജിതനായിരിക്കുന്നു. പക്ഷേ എന്റെ താല്പര്യം അവസാനിക്കുന്നില്ല. അവൻ വരും വരെ അധർമ്മത്തിനെതിരെ